30ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതൊരു ടിപ്പിക്കൽ NCERT-യിലൊക്കെ കാണുന്ന അതേ ക്വസ്റ്റ്യൻ ആണ്. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. സിഗ്മ സ്ക്വയർ അഥവാ വേരിയൻസ് എന്താണെന്നാണ് ചോദ്യം. വേരിയൻസിന്റെ ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. ദിസ് ഇസ് സിഗ്മ xi സ്ക്വയർ fi ഡിവൈഡഡ് ബൈ സിഗ്മ fi മൈനസ് സിഗ്മ xi fi ഡിവൈഡഡ് ബൈ സിഗ്മ fi ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് സിഗ്മ fi ഈ കോളം ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടും. സിഗ്മ fi എത്രയാണ്? ഇതൊന്നും കൂടെ ആഡ് ചെയ്താൽ 5 + 3 8 10 16 19 22. സിഗ്മ fiന്റെ വാല്യൂ 22 നേരിട്ട് കിട്ടുന്നുണ്ട്. സിഗ്മ xi fi അറിയണമെങ്കിൽ നമ്മൾ ഒരു കോളം ഇതിനോട് ചേർത്ത് വരച്ചുണ്ടാക്കണം. ഇതിനെ താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ആൻഡ് ലെറ്റ് ദിസ് കോളം ബി xi fi. മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 0 തന്നെയാണ്. ഇവിടെ 2 0 2. ദിസ് ഇസ് 5 × 3 15. This is 6 × 2 12. This is 10 × 6 60 36 and 51. ഇതാണ് സിഗ്മ xi fi. നമുക്ക് x ബാർ ഇവിടെ നിന്ന് നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ xi fi ഡിവൈഡഡ് ബൈ സിഗ്മ fi എന്ന് ആഡ് ചെയ്താൽ 17 പ്ലസ് 12 29 പ്ലസ് 60 89 പ്ലസ് 36 5 carry 1 12 125 കിട്ടും. 125 51 ഇവിടെ 6 7 176 ഡിവൈഡഡ് ബൈ 22. 176 ഡിവൈഡഡ് ബൈ 22 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനൊരു 2 ആദ്യം ക്യാൻസൽ ചെയ്യാം. fi 22 അല്ലേ? 5 8 10 16 19 22. യെസ്. ഇപ്പോൾ 2 ഡിവൈഡ് ചെയ്താൽ we will get 88 ഡിവൈഡഡ് ബൈ 11 ഡിവൈഡ് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. നേരിട്ട് 22 നേരിട്ട് ഡിവൈഡ് ചെയ്താലും മതിയായിരുന്നു. അതെ. സോ ഇതിന്റെ എക്സ് ബാർ അഥവാ മീൻ എന്ന് പറയുന്നത് 8 ആണ്. ഇനി നമുക്ക് ഇതിനോട് ഒരു കോളം കൂടെ വരച്ചു ചേർക്കണം. അതാണ് xi സ്ക്വയർ fi. അത് xi fi ഇൻറ്റു വൺസ് അഗൈൻ xi മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ ഇവിടെ 0 × 0 0 തന്നെയാണ്. 1 2 3 4 5 6 7 4 5 6 ഓക്കെ. യെസ്. xi സ്ക്വയർ fi. അതിൻ്റെ അടുത്ത് xi ഇൻറ്റു 1 × 2 അഗൈൻ 2. അതിൻ്റെ അടുത്തത് 5 × 15 75. അടുത്തത് 6 × 12 72. വലിയ വാല്യൂസ് ആണ്. 10 × 60 ഈസ് 600. 12 × 36 കുറച്ച് പണിയായി. 36 × 12 72 36 2 3 4. I think that is 432. അതെ. And the last 17 × 51. 7 35 51 7 6 8 867. ഇത് എല്ലാം കൂടി ആഡ് ചെയ്യണം. സോ സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 7 9 11 11 plus 5 7 9 11 11 plus 5 16 16 plus 2 18. There is a carry 1. ഇവിടെ കൊടുത്താൽ 7 10 17 24. There is a carry 2. കൊടുത്ത 8 12 20. 2048 ആണ് സിഗ്മ xi സ്ക്വയർ fi കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ സിഗ്മ fi 22 മൈനസ് 64. നമുക്ക് ഡിവൈഡ് ചെയ്യണം. 2048 ഡിവൈഡഡ് ബൈ 22. അതിൽ 2048 നമ്മളൊരു 2 ഡിവൈഡ് ചെയ്താൽ ഓൾറെഡി 1024 ആവും. ഡിവൈഡഡ് ബൈ 11. 10 ഒന്നും പോകില്ല. 102 9 എന്നാണെന്ന് തോന്നുന്നു. യെസ്. 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 99. say 3 here 4 93 33 1 0 to the 0. So this is 93.09 minus 64. 94 minus 64 ആയിരുന്നെങ്കിൽ 30 എന്ന് പറയായിരുന്നു. അപ്പോൾ 29.6
സംതിങ് ആണ് ഉണ്ടാവുക. അപ്രോക്സിമേറ്റ്ലി ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ആയതുകൊണ്ട് നമുക്കൊരു 29 അപ്രോക്സിമേറ്റ്ലി കൊടുക്കാം. സോ സിഗ്മ സ്ക്വയർ ഇസ് അപ്രോക്സിമേറ്റ്ലി 29. 29 is the nearest integer. Yes, so that's all about question number 30.